നിങ്ങളെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ കൂടെ നിന്ന് ചൂഷണം ചെയ്യുന്നവരെയും നിങ്ങളെ ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിട്ടവരെയും പ്രയോജനമുണ്ടാകില്ല എന്ന് മനസ്സിലാക്കി അകന്നു പോയവരെയും നിങ്ങളുടെ എല്ലാ സമയങ്ങളിലും ചേർത്ത് നിർത്താൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവരെയും ഒരിക്കലും മറക്കരുത്. സ്വപ്നങ്ങൾ ഒരാശ്വാസമാണ്. ജീവിതത്തിൽ അകന്നു പോകുന്നവരെ ഇത്തിരി നേരമെങ്കിലും കൂടെ പിടിച്ചിരുത്താൻ സ്വപ്നങ്ങൾക്ക് മാത്രമേ കഴിയൂ. വിധി അതൊരു വല്ലാത്ത സംഭവം തന്നെയല്ലേ? കാരണം നമ്മൾ ഇഷ്ടപ്പെട്ടതും നമ്മളെ ഇഷ്ടപ്പെട്ടതും ഒരു കൈ അകലത്തിൽ നഷ്ടപ്പെടുമ്പോൾ ഒന്നും ചെയ്യാനാവാതെ വെറുതെ നോക്കി നിൽക്കേണ്ടി വരുന്ന നിമിഷങ്ങളുണ്ടല്ലോ, അതാണ് ജീവിതം. എല്ലാം വാക്കുകളാണ്. ബന്ധങ്ങൾ തുടങ്ങുന്നത് മനോഹരമായ വാക്കുകൾ കൊണ്ടും അത് അവസാനിപ്പിക്കുന്നത് മോശമായ വാക്കുകൾ കൊണ്ടും. തകർന്ന പല ജീവിതങ്ങളിലെയും ഏറ്റവും വലിയ വില്ലൻ തെറ്റിദ്ധാരണയായിരുന്നു. മനസ്സിൽ വെച്ച് ഊതി വീർപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു തുറന്നു പറച്ചിലിലൂടെ ശരിയായ ധാരണയിലെത്തുന്നതാണ്. സ്വയം വില കളയുന്നതിനേക്കാൾ ഏറ്റവും നല്ല ഉപാധി മൗനമാണ്. ആർക്കും പരാതിയോ പരിഭവമോ ഉണ്ടാകില്ല. മൗനമാണ് കുത്തിനോവിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി. മികച്ചത് തേടി നമ്മൾ യാത്രയിറങ്ങും. കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല. കയ്യിലുള്ളതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മികച്ചതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാലം കടന്നുപോയിരിക്കും. കോപവും കൊടുങ്കാറ്റും ഒരുപോലെയാണ്. രണ്ടും ക്ഷമിച്ചതിന് ശേഷമേ അതുണ്ടാക്കിയ നാശം എത്രയെന്ന് തിരിച്ചറിയാനാകൂ. മഹത്തായ കാര്യങ്ങൾക്കു വേണ്ടി ചില നല്ല കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ഭയക്കേണ്ടതില്ല. വിജയകരമായ ഒരു മനുഷ്യനാകുന്നതിനേക്കാൾ ഉപരി മൂല്യമുള്ള മനുഷ്യനാകാൻ ശ്രമിക്കുക. സങ്കടങ്ങൾ തിരമാലകൾ പോലെയാണ്. അവ അലയടിച്ചുകൊണ്ടേയിരിക്കും. കടലിനെ ജീവിതത്തോട് ഉപമിക്കാവുന്നതാണ്. കടലിലെ ആഴം എത്രത്തോളമുണ്ടെന്ന് എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയില്ല. അതുപോലെയാണ് മനുഷ്യ ജീവിതവും. അതിലെ സങ്കടവും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല. ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നതിന്റെ ഒരേ ഒരു കാരണം അവർ എങ്ങനെ പെരുമാറിയാലും നിങ്ങൾ അവരുടെ കൂടെ കാണുമെന്ന തോന്നലിലാണ്. മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ കാരണം ആരുടെ ജീവിതം ഇരുട്ടിലാകരുത്. എല്ലാം തികഞ്ഞ ഒരു ജീവിതത്തിന് വേണ്ടിയല്ല, ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടെ ഇരിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. ചതിയാണോ നുണയാണോ കൂടുതൽ അപകടമെന്ന് ചോദിച്ചാൽ നുണയാണ് അപകടകാരി. ചതിക്കുമ്പോൾ നമ്മൾ ഒരു തവണയെ വേദനിക്കുന്നുള്ളൂ. എന്നാൽ ഓരോ നുണകളും ജീവിതകാലം മുഴുവൻ നമ്മെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. പകയുള്ളവൻ അപവാദങ്ങൾ സൃഷ്ടിക്കും. വിഡ്ഢികൾ അത് പ്രചരിപ്പിക്കും. മൂഢന്മാർ അത് വിശ്വസിക്കും. മരണം കൊണ്ടുപോകാത്തതായി ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ. അത് നാം മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും ഒരു പിടി നല്ല ഓർമ്മകളുമാണ്. നമുക്കിഷ്ടമുള്ളതൊക്കെയും മറ്റാരെയും നോക്കാതെ മറ്റൊന്നും നോക്കാതെ ചെയ്യാനും ആസ്വദിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ആരെയും സംസാരിക്കാൻ വേണ്ടി നിർബന്ധിക്കരുത്. ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ കാണും. ഇല്ലാത്തവർ പോകേണ്ടവരാണ്. പിടിച്ചു വാങ്ങുന്ന ഒന്നിനും വില കാണില്ല. കണ്ണുകൊണ്ട് കാണുന്നതിനു പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഭംഗിയില്ലാത്തതായി ഈ ഭൂമിയിൽ ഒന്നും തന്നെയില്ല. ഒരു കള്ളം കൊണ്ട് നഷ്ടപ്പെടുത്തിയ വിശ്വാസം 1000 സത്യങ്ങൾ കൊണ്ട് തിരിച്ചെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ചില അകൽച്ച നല്ലതാണ്, പക്ഷെ അത് എന്നും കൂട്ടിനുണ്ടായവരോട് ആവരുത്. ഉള്ളതിൽ അഹങ്കരിക്കാതിരിക്കുക. ഇല്ലാത്തതിൽ വിഷമിക്കാതിരിക്കുക. ഉള്ളത് ഇല്ലാതാകാനും ഇല്ലാത്തത് ഉണ്ടാകാനും അധിക സമയം വേണ്ടിവരില്ല. വിജയിക്കാൻ ഉറച്ച തീരുമാനമെടുത്താൽ പിന്നീട് ഒരിക്കലും പരാജയം നിങ്ങളെ തേടിയെത്തില്ല. എല്ലാം നഷ്ടപ്പെടുന്നത് അവസാനമല്ല, വരുന്നത് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മഹത്തായ യുഗത്തിന്റെ തുടക്കമാകാം. യാഥാർത്ഥ്യം മനസ്സിനാൽ സൃഷ്ടിക്കപ്പെടുന്നതാണ്. നമ്മുടെ മനസ്സ് മാറ്റുന്നതിലൂടെ നമുക്ക് നമ്മുടെ യാഥാർത്ഥ്യത്തെയും മാറ്റാൻ കഴിയും. ജീവിതത്തിൽ സത്യം പറഞ്ഞു വേദനിപ്പിക്കേണ്ടി വന്നാലും നുണകൾ പറഞ്ഞ് ആരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത്. നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം നഷ്ടപ്പെടുത്തിയതിന് തന്നെയാണ്. അതിൽ ഏറ്റവും വലിയ നഷ്ടം ജീവിതത്തിൽ ഇനി ഒരിക്കലും തിരികെ ലഭിക്കാത്ത ഇന്നലകളാണ്. മുതലെടുക്കുന്നവരുടെയല്ല, മുതൽ കൂട്ടാവുന്നവരുടെ ഹൃദയത്തിലാണ് നിങ്ങൾ കൂടുകൂട്ടേണ്ടത്.
വില അറിയാതെ വലിച്ചെറിയുന്ന പലതും വില അറിയുമ്പോൾ വില കൊടുത്താലും വാങ്ങാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുക. നമ്മുടെ വില അവർ തിരിച്ചറിയുക തന്നെ ചെയ്യും. നന്നായി പ്രവർത്തിച്ച ശേഷം സംതൃപ്തരായി ഇരിക്കുക. മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കട്ടെ. വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങൾ വേണ്ട എന്ന് തന്നെ പറയണം. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആര് തന്നെ നിർബന്ധിച്ചാലും പറ്റില്ല എന്ന് തന്നെ പറയണം. തെറ്റ് ചെയ്തതിന് ക്ഷമ ചോദിക്കാൻ പഠിക്കുക. അത് എത്ര ചെറിയ തെറ്റാണെങ്കിൽ പോലും. മറവി കൊണ്ട് മുറിവുണക്കാം എന്നത് വേദനിപ്പിച്ചവരുടെ മാത്രം വ്യാമോഹമാണ്. വേദനയേറ്റവന്റെ ഓർമ്മകൾക്ക് കാലം മൂർച്ച കൂട്ടുന്നു. ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും കരയരുത്. അത് സൗഹൃദമായാലും ബന്ധങ്ങളായാലും. അവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ സമയവും ഊർജവുമാണ്. എത്ര നിസ്സാര കാര്യമായാലും നമ്മുടെ വിലപ്പെട്ട സമയം കളയാൻ പാടില്ല.